ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പീഡന കേസുമായി ബന്ധപ്പെട്ടാണ് ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ സംസാരിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. എന്താണേലും സ്ത്രീ ഒരു പീഡനം നടക്കണമെങ്കിൽ അല്ലെങ്കിൽ ഒരു കുഞ്ഞുണ്ടാവണമെങ്കിൽ സ്ത്രീയും പുരുഷനും വിചാരിക്കാതെ ഒരിക്കലും ഒരു കുഞ്ഞുണ്ടാകത്തില്ല. അപ്പോൾ ഈ സ്ത്രീയെ സ്ത്രീ ഈ വ്യക്തിയുടെ പേര് പോലും പറയുന്നില്ല, അവരൊരു കേസ് പോലും കൊടുത്തിട്ടില്ല. ഒരു കേസ് പോലും ഇല്ലാതെ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇദ്ദേഹത്തെ ക്രൂശിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. എന്തായാലും കാണാനൊരു സുന്ദരനൊക്കെ ആകുമ്പോൾ പെണ്ണുങ്ങൾ കൂടത്തിൽ കൂടും. അതൊക്കെ പെണ്ണുങ്ങളുടെ സ്വഭാവമാണ്. അവരുടെ സ്വഭാവ ദൂഷ്യങ്ങളൊന്നും ആരും പറയത്തില്ല. അവർ എപ്പോഴും സത്യവാൻ സാവിത്രികളാണ്. ഈ പീഡനം വരുമ്പോൾ എപ്പോഴും പുരുഷൻ്റെ പേര് മാത്രം ഇടുക, അതും വർഷങ്ങൾ കഴിയുമ്പോഴാണ് ഇത് എടുത്തിടത്തുള്ളൂ. ഓൺ ദ സ്പോട്ടിലൊന്നും ആരും പ്രതികരിക്കത്തില്ല. അവരതുപോലെ ആസ്വദിക്കും. ഇതെല്ലാം ജീവിതത്തിൽ ആസ്വദിച്ച് പിന്നെ അടുത്തൊരാളെ കാണുമ്പോൾ ഈ പുരുഷന്മാർ വേറെ എങ്ങോട്ടെങ്കിലും പോകുമ്പോഴായിരിക്കും പെണ്ണുങ്ങൾ പ്രതികരിക്കാൻ തുടങ്ങുന്നത്. ഒരു നല്ല സ്ത്രീകൾക്ക് യോജിച്ചാണ്. ഒരു ട്രാൻസ്ജെൻഡർ വുമൺ വന്നിട്ട് പറയുന്നുണ്ട്, മിക്കവാറും 11 മണിക്ക് ശേഷമാണ് ഞങ്ങൾ ചാറ്റ് ചെയ്യുന്നതെന്ന്. ഇത് വലിയ ക്രെഡിറ്റായിട്ടാണ് പറയുന്നതെന്നറിയാം. 11 മണിക്ക് ശേഷം ഒരു പുരുഷനുമായിട്ട് ചാറ്റ് ചെയ്യുന്നത് അത് ശരിയായ ഒരു കാര്യമാണോ? എന്തുകൊണ്ട് ഈ സ്ത്രീകൾ ഒരു 9 മണിക്ക് ഈ ചാറ്റിങ്ങൊക്കെ നിർത്തി അവനവൻ്റെ കാര്യം നോക്കി കിടന്നുറങ്ങാൻ നോക്കുന്നില്ലല്ലോ? അപ്പോൾ അവരതിലൊരു രസം കണ്ടിട്ടാണ്. അങ്ങനെ രസിച്ച് വരുമ്പോൾ പുരുഷന് സ്വാഭാവികമായിട്ടും ഒരു ഇതുണ്ടാവും. അത് ഒരു പ്രകൃതി നിയമമാണ്. സ്ത്രീകളുടെ അത്രയും മനോധൈര്യം പുരുഷന്മാർക്കില്ല ഈ ഒരു കാര്യത്തിൽ. അപ്പോൾ അവരെന്തെങ്കിലുമൊക്കെ അശ്ലീലമായ തമാശകളൊക്കെ അങ്ങോട്ട് പറയും. ആ അശ്ലീല തമാശകൾ ഇവർ കേട്ട് ആസ്വദിക്കും. അന്നേരം ഒന്നും ഒരു പ്രശ്നവുമില്ല. ഈ തമാശകൾ പിന്നെ അവർ വേറെ ആരെങ്കിലും കണ്ടെത്തി അങ്ങോട്ട് പറയാൻ തുടങ്ങുമ്പോൾ ഇപ്പുറം നിൽക്കുന്ന സ്ത്രീക്ക് കിട്ടാതെ വരുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ മുഴുവൻ ഉണ്ടാകുന്നത്. സ്ത്രീകളെ സംബന്ധിച്ച് അവരുടെ വിചാരം അവരുടെ ഭാഗത്താണ് കോടതിയും നീതി ന്യായവും എന്നുള്ളത് കൊണ്ട് അവരെന്ത് കള്ളത്തരങ്ങൾ പറഞ്ഞാലും കോടതി അംഗീകരിക്കുമെന്നാണ് ഉദ്ദേശിച്ചത്. ഇപ്പോൾ വേടൻ്റെ കാര്യത്തിലും അങ്ങനെയായിരുന്നല്ലോ. എത്ര റാമ്പിലൊക്കെ കയറി സ്ത്രീകൾ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുക, അതിനൊന്നും കുഴപ്പമില്ല. പിന്നെ അയാൾ പീഡനത്തിൻ്റെ ആളായി മാറി. അപ്പോൾ ഈ സ്ത്രീകൾ കുറേയൊക്കെ മാന്യത പാലിക്കണം. നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ഓൺ ദ സ്പോട്ടിൽ നിർത്താൻ പഠിക്കണം. അല്ലെങ്കിൽ നമുക്കിഷ്ടമില്ലാത്ത ഒരാൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ നിർത്താൻ നമുക്ക് ആരും തടയത്തൊന്നുമില്ല. അന്നേരം ആരും തടയത്തില്ല, ആരെയും ഭീഷണിപ്പെടുത്തത്തില്ല, ഒന്നുമില്ല. എല്ലാവർക്കും അതിനുള്ള കഴിവൊക്കെ ഉണ്ട്. അപ്പോൾ അത് ചെയ്യാതെ ഇതുപോലുള്ള ഈ കേരള രാഷ്ട്രീയത്തിൽ തന്നെ വലിയ ഒരു കോളിളക്കമാണ് കുറച്ച് ദിവസങ്ങളായി സൃഷ്ടിച്ചു കൊണ്ടിരിക്കുന്നത്. എന്നിട്ട് എന്തായി? പീഡനം പറഞ്ഞ സ്ത്രീ ഇപ്പോൾ ഒരു അല്പവസ്ത്രവും ധരിച്ച്, അവരുടെ വസ്ത്രധാരണം കണ്ടു, അവർ ചെറിയ ബ്ലൗസ് പോലത്തെ എന്തോ ഇട്ടും ഇങ്ങനെ നിറച്ച് ആണുങ്ങൾ അവരുടെ ചുറ്റും ആണുങ്ങളാണ്. ഇപ്പോഴും ആണുങ്ങളാണ് നിൽക്കുന്നത്. അല്ല, പെണ്ണുങ്ങളെയൊന്നും നമ്മളവിടെ കാണുന്നില്ല. ആണുങ്ങളുടെ കൂടത്തിൽ അർമാന്തിക്കുക ഈ മീഡിയയിലൊക്കെ വന്നിട്ട്. ഇന്ന് കേക്ക് മുറിച്ച് കൊടുത്ത് സന്തോഷം പങ്കിടുന്നത് എന്തിന്? ഗർഭത്തിന് ഉത്തരവാദിയെ കിട്ടിയതിൻ്റെ സന്തോഷമാണോ? എന്താണ് അവർ ഉദ്ദേശിക്കുന്നത് മനസ്സിലാകുന്നില്ല. എന്തായാലും മറ്റൊരാളെ നാണം കെടുത്തി പിന്നെ സ്വയം നാണം കെടുന്നത് ഒരു ഫാഷനായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ. അദ്ദേഹം ആ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ തെറ്റ് കണ്ട് അതിൻ്റെ നടപടി എടുക്കേണ്ടതും എല്ലാം കോടതിയാണ്. കോടതിയുടെ ഒരു ഭാഗത്തു നിന്നുള്ള വരുന്നതിന് മുമ്പേ തന്നെ ഇത്ര ആഭാസങ്ങളൊക്കെ ഈ സോഷ്യൽ മീഡിയ കാണിക്കുന്നതന്നെ നിർത്തുക. ഇങ്ങനെ വരുന്ന പെണ്ണുങ്ങളെ ഒന്നും വിശ്വസിക്കരുത്. ഇവരൊന്നും ശരിയായ പെണ്ണുങ്ങളാണെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കത്തില്ല. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് അദ്ദേഹം എന്തെങ്കിലും ശിക്ഷ ചെയ്തിട്ടുണ്ടെ, അദ്ദേഹം ഒരു നല്ലൊരു MLA ആയിരുന്നു. MLA എന്ന നിലയിൽ ഞാൻ പറയുന്നത്, എനിക്ക് അദ്ദേഹമായിട്ട് ഒരു പരിചയവും ഇല്ല. MLA എന്ന നിലയിൽ അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. ഇങ്ങനെ ഇതുപോലുള്ള ചെറിയ ആളുകൾ ഓരോ സ്ഥാനങ്ങളിലേക്ക് വന്ന് നമ്മുടെ രാഷ്ട്രീയ ഭാവി നന്നാക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നൊരു വ്യക്തിയാണെന്ന്. അതവരെയൊക്കെ മുളയിൽ ഞുള്ളിക്കളയുന്ന പോലത്തെ പ്രവൃത്തികളാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും കോടതി വിധി വരട്ടെ. വിധി വന്ന അതനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് പോട്ടെ. ഓക്കെ.